ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഏല TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ തൻ്റെ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് അവരുടെ ആദ്യത്തെ വീട്, അതായത് വിക്രത്തിൻ്റെ ആദ്യത്തെ വീട്, അതുപോലെ വേദയുടെ സ്വന്തം വീട്, ഈ രണ്ട് വീടുകളിലേക്കും വന്നിരിക്കുക. അപ്പോൾ ഇതും അമ്മയുടെ വീടാണോ എന്ന് ഗൗരിമോളി ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ അതും അമ്മയുടെ വീടാണെന്ന് പറയാം, പോവാം എന്നും പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീടൊക്കെ കയറി കണ്ട് തിരിച്ചു പോരുക. അപ്പോൾ ഇങ്ങനെ പോരുന്ന വഴിക്ക് ഗൗരിമോള് വേദയോട് ചോദിക്കുക, ആ വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയമ്മേന്ന്. ആ വീട്ടിലുള്ളവരും പോയി, വീടും പോയെന്ന് പറഞ്ഞു. എവിടേക്ക് പോയി അത് അറിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഗൗരിമോൾക്ക് എല്ലാവരെയും കാണാറുന്നില്ലേ എന്ന് ഗൗരിമോള് വേദയോട് ചോദിക്കുക. അപ്പോൾ മോൾക്ക് കാണണോ എന്ന് ചോദിച്ചപ്പം ആ എന്ന് പറഞ്ഞു കൊച്ച്. അങ്ങനെ വേദ ഫോൺ എടുത്ത് ആ ഫോണിൽ ഫോട്ടോ എല്ലാവരുടെയും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും തരുണിന് ഇവിടെ ഇരിക്കപ്പുറത്തില്ല, അമ്മയും ആകെ വെപ്രാളം കയറി നിൽക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തരുണിന് ഭയങ്കര ദേഷ്യം, ടെൻഷൻ, അങ്ങനെയൊക്കെ. ഇവരിതുവരെയായിട്ട് തിരിച്ചു വന്നിട്ടുമില്ല, ഭയങ്കര വെപ്രാളം. അവരെവിടെയെന്ന് ചോദിച്ചു. അവരിപ്പോൾ ഇങ്ങ് വരും മോനെന്ന് പറഞ്ഞു പറയാം അമ്മ. എന്നിട്ട് അവിടെ മണി 6 കഴിഞ്ഞു, ഇനി എൻ്റെ കുട്ടി കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പോലീസിനെ വിളിക്കണോ എന്നൊക്കെ ചോദിച്ചു തരുൺ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത് നമുക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പം കുഞ്ഞിൻ്റെ കാര്യത്തിൽ വേദയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടാവില്ല തരുൺ. എന്ത് ഉത്തരവാദിത്വം? എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്ക് എന്താ നഷ്ടമെന്ന് തരുൺ ചോദിക്കുക. കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വന്ന കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ, അതിനപ്പുറം അവളും എൻ്റെ മോളും തമ്മിൽ എന്താ ബന്ധം അമ്മ പറയാൻ പറഞ്ഞു തരുൺ. അതിൽ കൂടുതൽ എന്ത് ഉത്തരവാദിത്വം അവൾക്ക് ഉണ്ടാവേണ്ടത്? ഒറ്റയ്ക്ക് കുഞ്ഞുമായിട്ട് പോവണ്ടെന്ന് അമ്മയ്ക്ക് അവളോട് പറയാറുന്നില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അമ്മയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുമുറ്റത്തേക്ക് കാറ് വരുന്നു. കാറിൽ നിന്ന് വേദയും കൊച്ചും വരുന്നു. അപ്പോഴത്തേക്ക് അവിടുത്തെ വേലക്കാരി ഓടി വന്നിട്ട് വേദയും കുഞ്ഞും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനോടകത്ത് പോയി ചായ എടുക്കാനോ എന്തോ അമ്മ പറഞ്ഞു. ഈ സമയത്ത് തരുൺ വേദയെ കടിച്ചു കീറാൻ പാകത്തിന് പറന്നങ്ങ് ചെല്ലും. അപ്പോൾ അമ്മ പിടിച്ചു നിർത്തിയിട്ട് തരുൺ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ചെയ്യരുതെന്ന് പറഞ്ഞു അമ്മ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു മുഷിയുന്നത് കുഞ്ഞ് കേൾക്കരുത് എന്ന് അമ്മ പറയുക. അതിൽ എനിക്ക് നിർബന്ധമുണ്ടെന്നും ആ അമ്മ പറയുക. തരുൺ ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ വേദയും കുഞ്ഞും കൂടെ അങ്ങ് ചെന്നു. ഓടിച്ചെന്ന് കൊച്ചിനെ ചെന്നെടുത്തു. അച്ഛാന്നും പറഞ്ഞു കൊച്ചു. ആഹാ, മോള് യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ, പോയി കുളിച്ചിട്ട് വാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ കൂടെ പറഞ്ഞു വിടുവാണ് മോളെ. അപ്പോൾ അമ്മയും മോളും കൂടെ അകത്തേക്ക് കയറി പോന്നു. അപ്പോൾ തരുണും വേദയും കൂടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ വേദ തരുണിനെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവുക. പെട്ടെന്ന് തരുൺ വേദയെ വിളിച്ചു. വേദ, ഇനി ഇത് ആവർത്തിക്കരുത്, പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല, മനസ്സിലായില്ല എന്ന് വേദ. കുഞ്ഞിനെയും കൊണ്ട് ഇനി തനിച്ച് പുറത്ത് പോകരുതെന്ന്. കാരണം എനിക്കത് ഇഷ്ടമല്ല, അത്ര തന്നെ എന്ന് തരുൺ പറയുക. അവളെയും കൊണ്ട് ഞാനല്ലേ പോയത്, വേറെ ആരും അല്ലല്ലോ എന്ന് വേദ തരുണിനോട് പറയുമ്പം അങ്ങനെ ചോദിക്കാതെയും പറയാതെയും കൊണ്ടുപോകാൻ വേദയ്ക്ക് എന്താ അധികാരമെന്ന് തരുൺ ചോദിച്ചു. അവൾ എൻ്റെ കൂടെ കുഞ്ഞല്ലേ എന്ന് വേദ ചോദിച്ചപ്പം അല്ല എന്നായിരുന്നു തരുണിൻ്റെ മറുപടി. അത് കേട്ട് വേദ ഞെട്ടി. കൊച്ചിൻ്റെ കാര്യത്തിൽ തരുൺ പറഞ്ഞതേ ഗൗരി എൻ്റെ കുഞ്ഞാണെന്നും അവളെ നോക്കാനേ ഒരു സമയത്ത് നോക്കാൻ വന്ന ഒരാൾ മാത്രമാണ് വേദ. അപ്പോൾ നാവെടുക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ എന്ന് അവൾ വിളിച്ച് ശീലിച്ചത് ഞാനായിട്ട് നിർത്തിയില്ലെന്ന് മാത്രമെന്ന് തരുൺ പറഞ്ഞ്. അതിൻ്റെ അർത്ഥം പ്രസവിച്ച എല്ലാ അമ്മയുടെ അവകാശങ്ങളുണ്ട് എന്നുള്ളതല്ല എന്ന് തരുൺ വേദയോട് പറയാം. ഇത് കേട്ട് വേദ ഞെട്ടി നിൽക്കുവാണ്. നോക്ക്, ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. നീ കൂടി പോയി അന്ന് റെയ്ഡ് നടത്തിയതിൻ്റെ ഫലമാണ് അന്ന് ഗൗരിമോൾക്ക് നേരെ ഉണ്ടായതെന്ന് മറന്നു പോകരുതെന്ന് പറഞ്ഞു. അവളുടെ ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിക്കും ഞാൻ തയ്യാറാകില്ല എന്നും തരുൺ വേദയോട് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ചോദിച്ചു. അവളുടെ ജീവൻ വെച്ചുള്ള ഒരു കളിക്ക് ഞാൻ തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ തരുണിൽ നിന്ന് വേദ തരുണിനോട് തിരിച്ചു ചോദിച്ചു. അവളുടെ മനസ്സൊന്ന് വിങ്ങാം, അത് എനിക്കും മനസ്സിലാകും, അതെന്താണെന്ന് അറിയോ നിങ്ങൾക്കെന്ന് വേദ തരുണിനോട് ചോദിച്ചപ്പോൾ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അകത്തുനിന്ന് കയറി വന്നു. ഷീല ഇപ്പോൾ ഗൗരിമോളെ കുളിപ്പിച്ചു കൊണ്ടുവരും, ഇതുവരെ കാണാത്തതൊന്നും അവൾ ഇനി കാണാൻ തുടങ്ങരുത് പ്ലീസ് എന്ന് അമ്മ വന്ന് പറഞ്ഞതങ്ങ് വിലക്കുക. ഒന്നും മിണ്ടാതെ വേദ അകത്തേക്ക് കയറിപ്പോയി. വേദ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം അമ്മ തരുണിൻ്റെ അടുത്ത് വന്നിട്ട് തരുൺ, കുഞ്ഞ് നിൻ്റെ ആയിരിക്കാം, പക്ഷേ അവളുടെ മാറത്ത് കിടന്ന ആ കുഞ്ഞു വളർന്നത് അവളുടെ ചൂടേറ്റ ഒരമ്മ വേണ്ട കാലം മുഴുവനും ഗൗരിമോള് ജീവിച്ചത്. ഇനിയിപ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് അവളെ വളർത്താമെന്ന് ഒക്കെ ആയിട്ടുണ്ടാവാം, പക്ഷെ അത് ചെയ്യേണ്ടത് നന്ദികേട് കാണിച്ചുകൊണ്ടല്ല എന്ന് അമ്മ പറയുകയും ചെയ്തു. എല്ലാത്തിനും ദൈവം ഒരാൾ സാക്ഷിയുണ്ടെന്ന് ഓർക്കണം, അതോർത്തോ മോനെ നീ എന്നും പറഞ്ഞ അമ്മ ഉപദേശം കൊടുത്തിട്ട് അകത്തേക്ക് കയറിപ്പോയി. തരുൺ ഇങ്ങനെ അവിടെ നേരം ആലോചിച്ച് നിൽക്കുക. മുറിയിൽ ചെന്ന് വേദ ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും അമ്മ വേദ എന്നും പറഞ്ഞ് ചെന്നു. വേദ കരയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മോളെ ആദ്യമേ വിലക്കിയത് എന്ന് ആ അമ്മ വേദയോട് പറയൂ കേട്ടോ.
വേദ അന്നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ്. വേദയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിൻ്റെ വിഷമമൊക്കെ മനസ്സിലാകും മോളെ, പക്ഷേ അവൻ്റെ ഭാഗത്തു നിന്ന് മോളൊന്ന് ആലോചിച്ച് നോക്കാൻ പറയുമ്പോഴേക്കും അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കണ്ടേ അമ്മയെന്ന് വേദ ചോദിച്ചു. മക്കൾക്കൊന്നും സംഭവിക്കാതിരിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥനയല്ലാതെ അമ്മമാരുടെ ഭാഗത്തു നിന്ന് വേണ്ടത് എന്താണ് വേണ്ടതും വേദമോളെ എന്നാ അമ്മ വേദയോട് ചോദിച്ചു. അവൻ ഈ ബഹളം വയ്ക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതെല്ലാം നിന്റെ കുഞ്ഞിൻ്റെ രക്ഷയ്ക്കാണെന്ന് ചിന്തിച്ചാൽ പൊറുക്കാവുന്നതല്ലേ ഉള്ളൂ അവൻ്റെ ഈ ദേഷ്യവും വഴക്കും ഒക്കെ എന്ന് അമ്മ വേദയോട് ചോദിച്ചു. വേദ എന്നേരം ഇങ്ങനെ അമ്മയെ നോക്കാം. നിയന്ത്രണം വിട്ട് നീ ഇന്ന് എന്താണ് പറയാൻ വന്നതെന്നൊക്കെ അമ്മയ്ക്ക് അറിയാമെന്നും പക്ഷെ അതുപോലും ബാധിക്കാൻ പോകുന്നതേ നിന്റെ കുഞ്ഞിനെയാണെന്ന് നിനക്ക് ഓർമ്മ വേണമെന്ന് പറഞ്ഞാൽ അമ്മ വേദ ആ രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാം. നീയെല്ലാം വിളിച്ചു പറഞ്ഞാൽ അവൻ തകരുമായിരിക്കും. ഇനി ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത വിധത്തിലും അവൻ്റെ മനസ്സ് ഒരു പക്ഷെ കലങ്ങിപ്പോകുമായിരിക്കും. അത് സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന അമ്മ. അതെൻ്റെ വിധിയായിരിക്കും. അങ്ങനെ ഞാൻ സമാധാനിക്കും. പക്ഷെ അതിനോടൊപ്പം ഗൗരിമോളുടെ ജീവിതം കൂടി കലങ്ങിപ്പോകുമെന്ന് ആ അമ്മ പറയുന്നു. അത് സഹിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ വേദ മൊത്തത്തിൽ ധർമ്മസങ്കടത്തിലായി. എന്ത് ചെയ്യണമെന്നറിയില്ല. എല്ലാം മറച്ചു വെച്ച് സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ നീ അവനെ ചതിച്ചു എന്നൊന്നും ഈ അമ്മ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷേ ഇത്ര നാളും കാത്ത നിനക്ക് കുറച്ച് നാൾ കൂടി ഒന്ന് കാത്തൂടെ മോളെ എന്ന് അമ്മ ചോദിക്കുക. നമ്മുടെ ഗൗരിക്കുഞ്ഞിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് വരെയെങ്കിലും വേദയിരുന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ ഇമോഷണലി നമ്മുടെ വേദയെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് അമ്മ അവിടെ നിന്ന് അങ്ങ് പോയി. വേദ അവിടെ നിന്ന് ചങ്ക് പൊട്ടി കരയുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തരുൺ നമ്മുടെ ആ ജയിലിലെ വാർഡനായിട്ടുണ്ടായിരുന്ന ആ സാറല്ലേ, ആ സാറിൻ്റെ വീട്ടിലേക്ക് വരിക. അപ്പോൾ ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചെന്നു. സാറിന് എന്നെ മനസ്സിലായില്ല, എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ പണ്ട് ഫോഴ്സിലുണ്ടായിരുന്നു. അങ്ങനത്തെ അച്ഛൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ അയ്യോ ഇത് ആരേ വരുന്നത്, സാറിങ് വാ, സാർ കയറി വാന്നും പറഞ്ഞു അദ്ദേഹം ഭയങ്കര കാര്യമായിട്ട് തരുണിനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ സാർ വാ, ഞാൻ വീട്ടിലാരും ഇല്ല, അവരൊക്കെ വൈഫ് ഹൗസിൽ പോയിരിക്കുക, ഞാൻ പെട്ടെന്ന് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അയ്യോ ചായ ഒന്നും വേണ്ട കേട്ടോ, ഞാനൊരു ആവശ്യത്തിന് വന്നതാണെന്ന് പറഞ്ഞു. അവിടെ ചേട്ടനല്ലാതെ അതിന് പറ്റിയ ആളില്ലാന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഇപ്പോൾ ഡൽഹി തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പം ആയിരുന്നു, ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയുണ്ട്? അടുത്തെന്ന് പറയുമ്പോൾ തമിഴ്നാട് ബോർഡറിലാണ്, കന്യാകുമാരിക്ക് അടുത്താണെന്ന് പറഞ്ഞു. അമ്മയും മോളും ഇവിടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. എനിക്കും വൈഫിനും ആഴ്ചയിൽ ഒരിക്കലേ ഇവിടെ വരാൻ പറ്റുള്ളേ, മോളെ നോക്കാൻ ആളില്ല, അതാ പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനാണ് സാർ ഇത്ര മെനക്കെട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എത്രയോ ഏജൻസികളിൽ ഒന്ന് ഫോൺ ചെയ്തു പറഞ്ഞാൽ അവർ ആളെ എത്തിക്കില്ലേ എന്ന് ചോദിച്ചു. അതെ, പക്ഷേ എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരാളെ അല്ല ആവശ്യം എന്ന് തരുൺ പറയുവാണ് സാറിനോടെ. അങ്ങനെ നടന്ന കാര്യങ്ങളും സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ്. അപ്പോൾ ഏത് സമയത്തും അവൾക്ക് ബോഡി ഗാർഡായിട്ട് അവളെ കാത്തു പരിപാലിക്കാൻ പറ്റുന്ന ഒരാൾ. അപ്പോൾ അവളെ സ്കൂളിൽ പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ അപ്പോൾ ബോഡി ഗാർഡിനെ പോലെ കൂടെ നിർത്താൻ പറ്റുന്ന ഒരാളാണ് വേണ്ടത് എന്ന് തരുൺ പറഞ്ഞു. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൾ സാറ് തന്നെയാണെന്ന് എനിക്ക് തോന്നി എന്ന് പറയുമ്പം അതിപ്പോൾ അങ്ങനെ ഒരാൾ എന്നൊക്കെ പറയുമ്പം അപ്പോൾ ആൻഡ്രൂ ചേട്ടനൊന്ന് ആലോചിക്കും, പറ്റി എനിക്കൊരാളെ കണ്ടെത്തി തരണം, എന്നിട്ട് എന്നെ അറിയിക്കാനും പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ വരട്ടെ. അങ്ങനെ അച്ഛൻ തന്നെ മകൾക്ക് ഇപ്പോൾ ബോഡി ഗാർഡായിട്ട് വരാൻ പോകണു. അല്ല സാറേ, ഒരു ചാവരെ പോലും കുടിക്കാതെ, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, ഞാൻ എല്ലാ വീക്കെൻഡും ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടാവും, കാണാം എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ തരുൺ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനും മോനും, അതായത് വിക്രവും അച്ഛനും കൂടെ അവിടെ നിന്ന് സംസാരിക്കാം. ഈ പണിയൊന്നും എനിക്ക് ശരിയാവത്തില്ല അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുക. അപ്പോൾ അതായത് നമ്മുടെ വിക്രത്തിനെ സാറ് വന്ന് കണ്ടു, ആൻഡ്രൂ സാറ് വന്ന് കണ്ടു, ഈ ഒരു വിവരം പറയുവാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര ഒരു ഇഷ്ടക്കേട് പോലെ, എടോ താനിതങ്ങനെ ചെറുതായി കാണണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ സാറ് വിക്രത്തോട് പറയാം. അങ്ങനെയായിരുന്നെങ്കിൽ അവർക്ക് ഒരു സ്ത്രീയെ എവിടെയെങ്കിലും ഏർപ്പാടാക്കി കൊടുത്താൽ പോരായിരുന്നു. അതായത് വീട്ടുജോലിക്കാരൻ്റെ ആ ഒരു സെറ്റപ്പാണ് നമ്മുടെ വിക്രം ഉദ്ദേശിച്ചത്. പക്ഷെ അതല്ല എന്ന് സാറ് പറഞ്ഞു കൊടുക്കുക. അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു വീട്ടുജോലിക്കാരി അവർക്ക് മതിയെങ്കിൽ ഇത്രയും ദൂരം എന്നെ അന്വേഷിച്ച് അവർക്ക് ഇവിടെ വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് വേണ്ടത് ആ കുട്ടിക്കൊരു ബോഡി ഗാർഡിനെയാണെന്നുള്ള കാര്യം പറഞ്ഞു. ഈ തരുൺ എന്ന് പറഞ്ഞ സാറ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ശത്രുക്കളെ പറ്റി അറിയാമല്ലോ. അപ്പോൾ ശത്രുത ഇപ്പോൾ കുട്ടിക്ക് നേരെയും തിരിഞ്ഞു തുടങ്ങിയെന്നും അതിൽ നിന്ന് അവളെ സംരക്ഷിക്കാൻ അവർക്കൊരാൾ വേണമെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ ഒരർത്ഥത്തിൽ അവർക്കും വേണ്ടത് ഒരു ഗുണ്ടേ തന്നെയാണല്ലേ എന്ന് വിക്രം ചോദിച്ചു സാറിനോട്.
അങ്ങനെയൊന്നും നീ അതിനെ കാണണ്ട വിക്രം. അങ്ങനെ ഒരു പണിയാണെന്ന് തോന്നിയാൽ ഞാൻ നിന്നെ പറഞ്ഞു വിടുവോ എന്ന് സാർ വിക്രത്തോട് ചോദിക്കാം. എനിക്ക് നോ പറയാൻ പറ്റാത്തൊരു ഫാമിലിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നീ വന്നേ, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ സാർ വിക്രത്തെ വിളിച്ചുകൊണ്ട് പോയി വിക്രമായിട്ട് സംസാരിച്ചു. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ ഇങ്ങനെ ഈ ഒരു ജോലിയിൽ ഇരിക്കുന്നതായതുകൊണ്ട് ശത്രുക്കൾ ഒരുപാടുണ്ട്. അങ്ങോട്ട് കൊടുക്കുന്ന പണികൾ പോലെ തിരിച്ചും പണി കിട്ടാൻ സാധ്യതയുള്ള ഒരാളാണ് തരുൺ സാർ. അങ്ങനെ ഒരാൾക്ക് എനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഉറപ്പാണ് നിന്നെപ്പോലൊരാൾ എന്ന കാര്യം ഈ സാറ് പറയാം. അതുമാത്രമല്ല, ഇതൊരു തുടക്കമാണെങ്കിലും നിന്റെ കഴിവും വിദ്യാഭ്യാസവും ഒക്കെ അറിയുമ്പോൾ മറ്റൊരു സാധ്യത തുറന്നു തരാൻ തരുൺ സാറിന് ഉറപ്പായും പറ്റും എന്ന കാര്യവും പറഞ്ഞു. നമ്മുടെ നാട്ടുകാരുടെ കാര്യം നിനക്കറിയാവല്ലോ. അവരെപ്പോഴും ഒരു ജയിൽ പുള്ളി എന്നുള്ളൊരു ലേബലിൽ മാത്രമേ നിന്നെ കാണുള്ളൂ. അത് മാറി വരാൻ കുറച്ച് നാൾ എടുക്കും, അല്ലെങ്കിൽ പിന്നെ പുറത്തെവിടെയെങ്കിലും പോകണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അച്ഛനെ വിട്ട് മാറി നിൽക്കാൻ നിനക്ക് പറ്റുമോ എന്ന് സാറ് ചോദിച്ചപ്പം അയ്യോ അതെനിക്ക് ആലോചിക്കാനും കൂടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് നിന്നോട് പറയുന്നത്. മനസ്സിലായോ? ആദ്യം നീ മുടിയും താടിയും വെക്കാൻ വെട്ടിയൊന്ന് കോലത്തിലാകാൻ നോക്ക്. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യ. ഒന്നുമില്ലെങ്കിലും ഒരു കുട്ടിയുടെ കൂടെ അല്ലേടാ, പിന്നെന്താ, അത് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമല്ലേ എന്നും ചോദിച്ചു. ഇനി ഒന്നും ആലോചിക്കാനില്ല എന്നും പറഞ്ഞ് സാർ ഇങ്ങനെ വിക്രത്തെ അതിന് പാകപ്പെടുത്തി എടുക്കുന്നു. ഈ സമയം പിന്നെ മാഷ് ഇങ്ങനെ മുറ്റത്തോടെ നടക്കുക. അപ്പോഴത്തേക്ക് ആ വീട്ടുടമസ്ഥൻ ചേട്ടൻ മാഷ് എന്തിനാ ഇങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ആ വാതിലൊന്ന് തട്ടിയാൽ ഞാൻ തുറന്നു വരുമായിരുന്നല്ലോ, പുറകെ കൂടി എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഒരു കാര്യം ഞാൻ പക്ഷേ പകൽ നേരത്ത് ആ വാതിൽ അങ്ങ് നമുക്ക് തുറന്നിട്ടേക്കാവുന്നു എന്താണെന്നും ചോദിച്ചപ്പം ആ വാതിൽ അത് എന്നും പറഞ്ഞുകൊണ്ട് മാഷ് ഇങ്ങനെ തുറന്നിടാലോ എന്നും പറഞ്ഞു. അപ്പോൾ അടഞ്ഞ വാതിലിനപ്പുറത്തുള്ളത് അന്യന്മാരാണെന്നൊരു തോന്നലേ ഇല്ലെന്ന് ഈ ചേട്ടൻ പറഞ്ഞപ്പം അതിനൊരു കാരണമുണ്ട് അരവിന്ദ. നമ്മൾ രണ്ടാൾക്കും ഉള്ളിൽ കൊണ്ട് നടക്കാൻ ഒരുപാട് സങ്കടങ്ങളുണ്ട് എന്ന് പറയാം മാഷ്. ഞാൻ തുറന്നു ചോദിക്കുന്നതിൽ ഒന്നും തോന്നരുത് കേട്ടോ. അപ്പോൾ എന്താ മാഷേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വീട്ടുമുറ്റത്തേക്ക് ഒരു ഓട്ടോ വരുന്നു. അപ്പോൾ ഓട്ടോയിൽ നിന്ന് വിക്രം ഇറങ്ങി വരിക. ഒന്നുമില്ല, പിന്നെ സംസാരിക്കാമെന്ന് മാഷ് ആ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ മകൻ വന്നപ്പോഴത്തേക്ക് അച്ഛൻ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെന്നു. പോയിട്ട് എന്തായി, ആൻഡ്രോ സാർ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചു. അത് പിന്നെ ഒരു ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറയാം. ആഹാ, സന്തോഷമുള്ള വാർത്തയാണല്ലോ, കൊള്ളാമല്ലോ. എവിടെയാ? ഒരു വീട്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനിന്നു വീട്ടിലോ എന്ന് വെച്ചാൽ അത് പിന്നെ ഒരു ബോഡി ഗാർഡിൻ്റേതാണ് പോസ്റ്റ് എന്ന് വിക്രം പറഞ്ഞപ്പം വ്യക്തമായിട്ട് പറ വിക്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ 5 വയസ്സുള്ള കുട്ടിയുടെ ബോഡി ഗാർഡ് എന്നും പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഈ ആയാന്നൊക്കെ പറയില്ലേ, ഒരു തരത്തിൽ അങ്ങനെയും പറയാം. അപ്പോൾ ഈ പണിക്കാണോ ആൻഡ്രൂ സാർ നിന്നെ അങ്ങോട്ട് വിട്ടത്? അപ്പോൾ ജയിലിൽ വെച്ച് മാസ്റ്റർ ഡിഗ്രി ഒക്കെ എടുത്തതല്ലേ, വേറെ എത്ര സ്ഥലത്ത് ട്രൈ ചെയ്യാമെന്നൊക്കെ അരവിന്ദൻ ചേട്ടൻ ചോദിച്ചപ്പോൾ എവിടെ ചെന്നാലും ഇത്രയും കാലത്തെ ജീവിതത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം ജയിലിൽ കഴിഞ്ഞവൻ എന്നുള്ളൊരു പേരുണ്ടാവില്ലേന്ന് ചോദിച്ചു വിക്രം. അപ്പോൾ ആ ഒരു ചാർത്ത് അത്ര പെട്ടെന്നൊന്നും മറഞ്ഞു പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊള്ളാവുന്ന ഏത് സ്ഥാപനങ്ങളിലും ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മയക്കുമരുന്ന് കൈവശം വെച്ചതിനും ആളെ കൊന്നതിനും ജയിലിൽ പോയവൻ, ആ ഒരു പേര് അത്ര പെട്ടെന്നൊന്നും പോകുന്നതല്ലല്ലോ. ഇപ്പോൾ രണ്ടിലും നീ നിരപരാധി ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു. കുറ്റക്കാരനാവുന്നതാണ് വാർത്ത, കുറ്റവിമുക്തനാകുന്നതേ നമ്മുടെ നാട്ടിലെ വാർത്തയല്ലല്ലോ അച്ഛാ. അതിപ്പോൾ ഏത് കേസായാലും അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് വിക്രം എന്താ തീരുമാനിച്ചത്? ഞാനത് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അരവിന്ദേട്ടാ. വിക്രത്തിന് ഇതൊക്കെ പറ്റുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഡൽഹിയിലായിരുന്നു അദ്ദേഹം. പിന്നെ വിവരങ്ങളെല്ലാം നമ്മുടെ വിക്രം ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛനാകെ ഒരു വല്ലാത്തൊരു വിഷമം. അപ്പോൾ അരവിന്ദൻ ചേട്ടൻ പറഞ്ഞു എന്തായാലും ഇപ്പോൾ കിട്ടിയൊരു ജോലിയല്ലേ, അതെന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ, താല്പര്യമില്ലെങ്കിൽ ഉപേക്ഷിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പം മോൻ പറഞ്ഞതുപോലെ അത്തരം ആളുകളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി വെക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു അരവിന്ദൻ ചേട്ടൻ. അവർ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു തരാൻ പറ്റിയാലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വിക്രം പുതിയ ജോലിക്ക് പോകാൻ തുടങ്ങുന്നു എന്നുള്ള വാർത്ത എവിടെ വന്നു. സ്വന്തം കുഞ്ഞിന് ബോഡി ഗാർഡായിട്ടാണ് പോകുന്നതെന്നുള്ളത് പാവം വിക്രം അറിയുന്നില്ലല്ലോ. അങ്ങനെ വിക്രവും അച്ഛനും അരവിന്ദൻ ചേട്ടനും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആമി അങ്ങോട്ടേക്ക് വരുന്നു. എന്താ ഇവിടെ ഒരു ചർച്ച എന്ന് ചോദിക്കുമ്പോൾ വിക്രത്തിനൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങൾ അതേപ്പറ്റി സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. അത് എവിടെയായിട്ടാ? അത് പിന്നെ പല പല സ്ഥലങ്ങളിലായിട്ടാണ്. ചിലപ്പോൾ വീട്ടിൽ, ചിലപ്പോൾ റോട്ടിൽ, വണ്ടിയിൽ, പാർക്കിൽ, സ്കൂളിൽ, മാളിൽ, അങ്ങനെ പല പല സ്ഥലത്തായിട്ടാണെന്ന് പറയുമ്പം അത് നന്നായി. അപ്പോൾ എന്തായാലും ബോറടിക്കില്ല നമ്മുടെ ആമി. മാഷിന് ഇഷ്ടപ്പെട്ടില്ല. ഒരു കാര്യം ചെയ്യും, ജോലിക്കാരനിരിക്കെ ഞാൻ എല്ലാവർക്കും ചായ എടുക്കാട്ടോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ ആമി അകത്തേക്ക് കയറിപ്പോയി. പക്ഷെ മാഷിന് ഭയങ്കര സങ്കടം. അപ്പോൾ മാഷിന് സങ്കടമാണെന്നുള്ളത് വിക്രത്തിനും മനസ്സിലായി, അരവിന്ദൻ ചേട്ടനും മനസ്സിലായി. മാഷ് എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു.
ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നമ്മുടെ വിക്രം വന്ന് അച്ഛനെ ചേർത്ത് പിടിച്ചിട്ട് അച്ഛാ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു. ആൻഡ്രൂ സാറിന് ഈ കാര്യം എന്നോട് ആവശ്യപ്പെടുമ്പോൾ അത് പറ്റില്ലെന്ന് പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ അച്ഛാ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും മകനും കൂടെ സംസാരിക്കുമ്പം വിക്രം പഴയ ആ ഒരു പാസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയാണ് അച്ഛന്. അപ്പോൾ വിക്രം പറഞ്ഞു, അച്ഛൻ പേടിക്കണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ഉറപ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എനിക്കപ്പം മോൻ്റെ ജീവനും എല്ലാ ആപത്തും വരുമോ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേടി. അങ്ങനെ പേടിച്ചും വിഷമിച്ചും സങ്കടപ്പെട്ട് നിൽക്കുന്ന അച്ഛനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്ന വിക്രത്തെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ. ടാറ്റാ.